ഹലോ പറയ്. ഹലോ ബാക്കി പറ. ഹലോ എല്ലാവർക്കും പറയണം. സ്വാഗതമല്ല സ്വാഗതം. സ്വാഗതം. എല്ലാവരും സുഖാണോ ചോദിക്ക്. സുഖാണോ? കൺമണി സുഖാണോ? കൺമണിക്ക് സുഖാണോ? ആണ്. ആണോ? ആണ്. ഇപ്പം ഇറങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ആ ഇന്ന് നമുക്ക് എന്താ ചെയ്യാന്നറിയോ? ഇനി നമുക്കൊരു ഒരു ഒരു കുഞ്ഞു വ്ലോഗ് ചെയ്താലോ? ഒരു കുഞ്ഞു വീഡിയോ. ഇന്നതൊരു ഫുൾ ഡേ നമുക്കൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളൊരു കുഞ്ഞു ദിവസം കണ്ടാലോ? ഇന്ന് ശനിയാഴ്ചയാണ്, മെയ് 3 ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. 8:30 സമയം. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ഞാൻ. കാരണം ഇന്ന് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. കാരണം ഇന്ന് വർക്കില്ല, ഇന്നൊന്നുമില്ല. ഇന്നവിടെ വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇനി ഒരു തിങ്കളാഴ്ചയേ വരുള്ളൂ. ഈ വീഡിയോ മിക്കവാറും നിങ്ങൾ ഞായറാഴ്ച ആയിരിക്കും കാണാം. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയാണ് കുറച്ചധികം സമയം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീട്ടിലെന്താ ചെയ്യുക, എന്താ കുക്കിംഗ്, അമ്മേൻ്റെ സ്പെഷ്യൽ എന്താ, പിന്നെ നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കന്നോ എന്താ വേണ്ട കൺമണിക്ക്? സ്പൂണാ? ആ സ്പൂൺ അമ്മമ്മ തരും. അല്ല കണ്ണു, എന്താ കഴിക്കാൻ വേണ്ടേ? മക്രോണിയാ? ആയിട്ടില്ല, തരാ. സ്റ്റൗ ഫ്രീ ആയിട്ടില്ല, അത് ഫ്രീ ആകുമ്പോൾ തരാം. ആക്കി തരാട്ടോ. അത് അമ്മമ്മ ചോറ് വെക്കിയത്, ചോറ് വെച്ചിട്ട് കഴിക്കാം. ചോറ് വെച്ചിട്ട് അമ്മ ഉണ്ടാക്കി തരാം. എൻ്റെ കണ്ണിൻ്റെ താഴെ കറുപ്പൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇന്നലെ പാർലറിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഐസ് ഒരു വൈറ്റ് ക്ലോത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ റിങ്കിൾസും അതുപോലെ തന്നെ കണ്ണിന് ഭയങ്കര റിലാക്സ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഇത് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റോടെ ചെയ്യാം. കൺമണി രാവിലെ എഴുന്നേറ്റ ഉടനെ മക്രോണി വേണമെന്ന് പറഞ്ഞു. പിന്നെ വേവിച്ച് വെച്ചാൽ കുറച്ച് മക്രോണി ഉണ്ടാകുമ്പോൾ അത് അവൾക്ക് മക്രോണി ആക്കുന്നു. ഇന്നിവിടെ ചക്കക്കുരു വെച്ചിട്ടുള്ള എന്തോ കറിയാണ് കേട്ടത്. ചക്കക്കുരു വൻപയറാണ്. ചക്കക്കുരും വൻപയറും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വൻപയർ വേവിച്ചിട്ടുണ്ടല്ലേ അമ്മ? വേവിച്ച് വെച്ചു അല്ലേ? നമുക്ക് അമ്മ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വണ്ടി ഒന്ന് കഴുകണം. കാരണം വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലക്കുറവ് ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളിയാവും കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇന്നിപ്പം ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴേക്കും വണ്ടിയൊക്കെ കഴുകി ക്ലീൻ ചെയ്യണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ അവിടെ മണ്ണും അതൊക്കെ ആയിട്ട് അത് തന്നെ ചവിട്ടി വണ്ടി കയറിയിട്ട് മൊത്തത്തിൽ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വണ്ടി ഇപ്പം ഒന്ന് വൃത്തിയാക്കണം. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല. മുന്നിലത്തും ഇവിടെ പുറത്തെ ടാപ്പിലെന്തോ ഒരു പ്രാവശ്യം ലീക്കേജ് എന്തോ ആയിട്ട് ഇവരത് കണക്ഷൻ അത് പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ശരിയാക്കാൻ നിന്നില്ല. പിന്നെ കാരണം നമ്മളിവിടെ അങ്ങനെ വണ്ടി വെക്കാറൊന്നുണ്ടായിരുന്നില്ല. ഇവിടെ പുറത്തേക്കൊന്നും ഇറങ്ങൽ കുറവാണ്. അമ്മ ഇവിടുന്ന് പുറത്തുനിന്ന് വാഷ് ചെയ്യുന്നതൊക്കെ കുറവാണ്. മെഷീനിൽ തന്നെ കൂടുതലും വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടാപ്പ് ശരിയാക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വേണം കഴുകാൻ. പണിയാണ് മക്കളെ, പണിയാണ്. കുഴപ്പമില്ല, എന്തായാലും ചെയ്യണമല്ലോ. അപ്പം നമുക്കതൊന്ന് ചെയ്യാം. പുട്ട് കഴിച്ചിട്ട് ചെയ്യാം. ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുട്ടും പഴവും കഴിച്ചിട്ട് പുട്ടും പഴവും കാപ്പിയും കുടിക്കാം. എന്നിട്ട് വണ്ടി കഴുകാം. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്. വന്ന സമയം മുതൽ പറയുന്നുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് തരണേന്ന്. അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തലയ്ക്ക് മറ്റേ ഹെന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ഇടാം. അതൊക്കെ കഴിയുമ്പോഴേക്ക് സമയം ഉച്ചയാവും. നമുക്ക് പോകാനാവും. ഞാൻ വരുന്നതിന് മുന്നേ അമ്മ കറി റെഡിയാക്കി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അമ്മ വൻപയറിനെ എത്ര വിസിലടിച്ചു? രാവിലെ കുറച്ച്
കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ചിട്ട് എത്ര ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചു. 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് പിന്നെ വിസിൽ എത്ര അടിച്ചു? 4 വിസിലടിച്ച വൻപയറാണ് കേട്ടോ. അതിന് ശേഷം അതേ വൻപയറിലേക്ക് ചക്കക്കുരും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും വിസിലടിച്ചു. എത്ര വിസിൽ? 2 അല്ലേ? 2 വിസിൽ. അപ്പോഴേക്കത് വെന്ത് വന്നേ. എന്നിട്ട് അതിനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് തേങ്ങയും ജീരകവും പിന്നെന്താ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കറിയായി. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിന് കടുക് പൊട്ടിച്ചെടുത്താൽ മതി. നമ്മുടെ ഒരു ചക്കക്കുരു വൻപയറുള്ള കറി റെഡി ആയിട്ടോ. ഇത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങയിട്ട മീൻകറിയാണ്, മത്തിക്കറി. ഇതെൻ്റെ കാപ്പി. പുട്ടും പഴവും ചിലവർക്ക് കോമ്പിനേഷൻ പറ്റില്ല. അത് എൻ്റെ ഒരു ഞാനൊരു പുട്ടും പഴവും ഷോർട്സ് ചെയ്തിട്ട്, ഷോർട്സ് അല്ല ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തിട്ട് അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോശമാണ് ആരോഗ്യത്തിന്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം ഇവിടെ അച്ഛന് പുട്ടും പഴവും കഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് നെഞ്ചുവേദന പോലെയൊക്കെ വരും, നെഞ്ചിങ്ങനെ ഒരു പിടുത്തമൊക്കെ വരും. അപ്പം എന്നാലും പുട്ട് കഴിക്കാത്ത ദിവസം ഇല്ല. പുട്ട് കഴിക്കുന്ന ദിവസം ഇനി പുട്ടിൻ്റെ കൂടെ അച്ഛന് പുട്ടാണ് പ്രശ്നം. എനിക്കൊന്ന് പുട്ടും പഴവും അച്ഛനെ കഴിക്കാനേ പറ്റില്ല. അപ്പം ചിലവരുടെ ഓരോരാളുടെ ശരീരത്തിൻ്റെതായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ പുട്ടും പഴവും കഴിക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാറില്ല കേട്ടോ. പിന്നെ ഞാൻ പുട്ടും പഴവും കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കാപ്പിയോ ചായയോ ഇല്ലാണ്ട് കുടിക്കാനും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചൂട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കും പ്രശ്നം വരുമായിരിക്കും. ഈ ചൂടൊക്കെ കുടിക്കുമ്പം എനിക്ക് ഈ പുട്ടും പഴവും ഓക്കെയാണ്. പക്ഷെ പുട്ടും പഴവും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസിലും. പുട്ടും പഴവും ഒരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ. കഴിച്ചോ മോനെ? മാക്രോണി കഴിച്ചോ? മറിച്ചോ? അതിപ്പോൾ ക്ലീൻ ആക്കണം. ചൂട് കാപ്പി. അത് ഞാൻ കഴിച്ചു ബാക്കി. സമയം 10:15 കാണുന്നില്ല. നമ്മൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം എനിക്ക് അങ്ങനെ വണ്ടി കഴുകാനുള്ളൊരു, ഞാൻ പറഞ്ഞില്ലേ സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ടോ, ഒന്നാമത് കാർ പാർക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വണ്ടി കഴുകാൻ പറ്റാത്തവന്ന്. പക്ഷെ ഞാൻ കഴുകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ വരുമല്ലോ. അശ്വിൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നന്നായിട്ട് കഴുകും. കാരണം അശ്വിനും ഞാനും തമ്മിൽ വഴക്കുണ്ടാവുന്ന ഒരു കാര്യം ഈ വണ്ടി ക്ലീനായിട്ട് വെക്കാത്തതാണ് കേട്ടോ. പിന്നെ വണ്ടി എനിക്ക് ക്ലീനായിട്ട് വെക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഇവിടുത്തെ തിരക്കുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കഴുകി ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാത്തത്. കാരണം എന്താ പറയുക, രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് വൈകുന്നേരമാണ്. അച്ഛൻ സാധാരണ സർവീസ് സ്റ്റേഷൻസിൽ കൊടുക്കും കേട്ടോ. അപ്പം വണ്ടി ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് തരും അവർ. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനും സമയമില്ല. എനിക്ക് എവിടെയും കൊടുക്കാനോ പോകാനോ ഒന്നും സമയം കിട്ടാത്തതുകൊണ്ട് ആണ് ഇത്രയും അലങ്കോലമായത്. പിന്നെ ഈ കൺമണിയുടെ ഫുഡിൻ്റെ വേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത്. കൺമണി തിന്നതും കുടിച്ചതൊക്കെ ഇതിനകത്ത് തന്നെ ഇടും. അതായത് വേസ്റ്റൊന്നും എവിടെയും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇടും. പിന്നെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് രാത്രിയാവുമല്ലോ. അപ്പോൾ പിന്നെ അതെടുത്ത് കളയാനൊന്നും സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ മറക്കും. നെക്സ്റ്റ് പിന്നെയും രാവിലെ. ഇതുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ഇത്രയും വൃത്തികേടായത്. ഇന്നൊന്നത് കഴുകിക്കഴിഞ്ഞാൽ പിന്നെന്താ, ഇന്ന് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഒന്ന് പുറത്തൊക്കെ പോകണം. അപ്പോൾ ഒന്നുകൂടെ കഴുകാം. പിന്നെ അശ്വിൻ വരുന്നതിൻ്റെ തലേ ദിവസം അശ്വിൻ വരുമ്പോഴേക്കും ഞാൻ വണ്ടിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ അത് മതി അവന്. അമ്മേൻ്റെ തലയിലെ നര നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അന്ന് എനിക്ക് പിന്നെ ഒരു ഇൻഡിഗോ പൗഡറൊക്കെ അവർ അയച്ചു തന്നാണ് കേട്ടോ. അതായത് ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് കൊളാബറേഷന് വേണ്ടി അയച്ചു തന്നൊരു ബ്രാൻഡാണിത്, കലകുരകമ്പ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഗ്രേ ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലോണം നിറയുണ്ടായിരുന്നു ഫ്രണ്ടിലൊക്കെ. അപ്പോൾ ഇത് തേച്ചിട്ട് കുറച്ച് കുറഞ്ഞില്ലേ, കുറച്ച് കുറഞ്ഞു. പക്ഷെ അവരെൻ്റെ അടുത്ത് അതിൻ്റെ ഒരാൾ സംസാരിച്ചപ്പോൾ അവരതാ പറഞ്ഞത്, അവരുടെ ഇൻഡിഗോ പൗഡറാണ് ബെസ്റ്റ് സെല്ലിംഗ് എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു
ഇപ്പോൾ നല്ല നരയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് കലഗുര ഗംപ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 കിലോ ഇൻഡിഗോ പൗഡറിന് പൈസ നോക്കട്ടെ 480 രൂപയാണ് 1/4 കിലോൻ്റെ. ഇത് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ്ലി നമുക്കിത് അപ്ലൈ ചെയ്യാം. വെള്ളമാക്കിയിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്കാൽപ്പ് മുതലേ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അമ്മയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ നോർമലി ഹെന്ന അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തു. അതായത് സ്കാൽപ്പ് തൊട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്. പക്ഷേ അതിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇതൊരു 2-3 പ്രാവശ്യം ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറൊക്കെ ഡിഫറൻസ് ആവുമല്ലോ. അതായത് നരച്ച മുടിയിൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മൈലാഞ്ചി കളറിലേക്ക് വരുന്നുണ്ടല്ലോ ചിലവർക്ക്. അപ്പോൾ ആ കളറൊന്നും ഇതിൽ വരുന്നില്ല ഈ ഇൻഡിഗോ പൗഡർ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അമ്മയ്ക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും നരയുടെ പ്രശ്നമില്ല. അതായത് യങ് ഏജിലൊക്കെ നര വരുന്ന കുറേ പേരില്ലേ, അവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് മറ്റേ പെയ്ഡ് കൊളാബറേഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഓൾറെഡി പെയ്ഡ് കൊളാബറേഷൻ ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് വർത്ത് ഉണ്ടായതാണ് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നത് കേട്ടോ. അവരുടെ എല്ലാ പ്രൊഡക്റ്റിനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ലതായിരുന്നു. എല്ലാം ഹോം മെയ്ഡ്. അതായത് ചില്ലി പൗഡർ ആണെങ്കിലും ടർമറിക് പൗഡർ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് തന്നെയാണ്. എല്ലാം ഹോം മെയ്ഡാണ് കേട്ടോ. അവരൊക്കെ അവരുടെ തന്നെ തോട്ടത്തിലൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ മുളക് പൊടി നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം, മഞ്ഞൾപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. ഞാനത് പെർട്ടിക്കുലർലി ഒരു ബ്രാൻഡിനെ പറയാറില്ല. പക്ഷേ ഈ ഇൻഡിഗോ പൗഡർ ഇത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം കൂടെ അപ്ലൈ ചെയ്തിട്ട് പറയാം കേട്ടോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് എന്താണെന്ന്. പക്ഷേ രണ്ടാമത്തെ ഒരു റിസൾട്ടിൽ ഒരു 30% നര കുറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക്. നമ്മളൊരു ഫങ്ഷന് പോവല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫേസിൽ എന്തെങ്കിലും തേക്കാന്ന്. ഒന്നുമില്ല, ഞാൻ ഇന്നിപ്പം കോഫി പൗഡറും തൈരും മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയും പുറത്ത് പോയിട്ട് വന്ന ഉടനെ കുറച്ച് കടലമാവും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും തൈരൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു കോഫി പൗഡറും പിന്നെ തൈരും മാത്രം തേക്കാന്ന്. ഈ ടാൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും കുറച്ച് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് തേച്ചിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. കുറേ ദിവസമായി അമ്മേനോട് ഫ്രിഡ്ജ് ഒന്ന് വന്ന ദിവസം മുതൽ പറയുന്നുണ്ട്. പിന്നെ ഞാനും ഓരോ ഓട്ടത്തിലായതുകൊണ്ട് അത് ഇത്രയും ദിവസം ലേറ്റായിപ്പോയി. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാം. കുറേ നാളായിട്ട് കൺമണി ഫ്രിഡ്ജിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ കൺമണിക്ക് കൊടുക്കാൻ ഒരു സാധനം അതിനകത്തില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് ഞാൻ. നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പോയി കുളിച്ചു കേട്ടോ. എന്നിട്ട് എനിക്ക് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സിൻ്റെ ഒരു കൊളാബറേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അവരൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ കുറേ ദിവസം എനിക്ക് എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഡിലേ ആകുമായിരുന്നു. കാരണം ഞാനും ഓട്ടത്തിലായതുകൊണ്ട് എനിക്ക് ആ ഒരു എടുക്കാനുള്ളൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ലേറ്റായി. എൻ്റെ കൈ കണ്ടോ, അമ്മേനെ തലക്ക് തേച്ചിട്ട് ഞാൻ ഈ കയ്യിലും ഞാൻ വിചാരിച്ചു അങ്ങനെ കളർ ഉണ്ടാവില്ല മറ്റേ ഹെന്ന പോലെ എന്ന് വിചാരിച്ചിട്ട് ഈ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ കൂടെ ചെയ്തിരുന്നു. കാരണം കുറേ ദിവസമായി ഞാൻ വീഡിയോസൊന്നും എടുക്കാത്ത. ഇന്ന് ഞാൻ എന്താ എടുത്തത്, ഇന്ന് ഞാൻ നല്ല പപ്പടം വെച്ചിട്ടൊരു ചമ്മന്തി. ഈ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടോ ഇത് ചമ്മന്തി ചോറിൻ്റെ കൂടെ പെരങ്ങിയിരിക്കുക. അതായത് പപ്പടവും നമ്മുടെ വറ്റൽമുളകും ഇഞ്ചിയും കുഞ്ഞുള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചമ്മന്തി മാത്രം മതി ചോറിനൂടെ കഴിക്കാൻ. പക്ഷേ ഞാൻ കുറച്ചുകൂടെ അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ആ ഇന്നലത്തെ മെഴുക്ക് വരട്ടിയും കുറച്ച് അച്ചാറും നമ്മുടെ ഉണക്കമീനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒക്കെ ഇന്നലത്തെയാണ് കേട്ടോ. ഞാൻ ഇന്നുണ്ടാക്കിയത് ചമ്മന്തി മാത്രമാണ്. പിന്നെ അമ്മ കറി വെച്ചു. എനിക്ക് ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചാറ് കറിയൊന്നും എടുത്തില്ല. അത് നമുക്ക് നോക്കാം, അത് നാളെ എടുക്കാം അമ്മേൻ്റെ കറിയൊക്കെ. ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. എനിക്ക് ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഈ ഉണക്കമീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് അല്ലെങ്കിൽ
ഉപ്പിലിട്ട മാങ്ങയൊക്കെ വെച്ചിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ചമ്മന്തികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയുള്ള ചമ്മന്തി, പക്ഷെ അതിൽ പല കാര്യം ഇപ്പം ഇന്നിപ്പോൾ പപ്പടമാണ്. എനിക്ക് ഉണക്കമീൻ വെച്ചിട്ടുള്ള ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചമ്മന്തി എന്നെപ്പോലെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏർപ്പിട്ടോ ആ ഉള്ളിൽ ചിലപ്പം പുഴുണ്ടോ വെച്ചാ. അപ്പോൾ നമ്മൾ പാല് കാച്ചിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാൻ അവിടെ എത്തിയിട്ട് അമ്മേനെ കൊണ്ട് ഫുൾ വീഡിയോ എടുപ്പിക്കാം കേട്ടോ. അപ്പം നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പാല് കാച്ചിന് പോകാൻ വേണ്ടിയിട്ട്. കാഞ്ഞങ്ങാടിൻ്റെ അടുത്താണ് നമ്മുടെ പാല് കാച്ച്. ഞാൻ റെഡിയായി. അമ്മയുണ്ട്. എൻ്റെ കണ്ണട മറന്നുപോയി. അപ്പോൾ അച്ഛനത് എടുത്തുകൊണ്ടിരുന്നു. സമയം 3:40 നമുക്ക് അവിടെ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ പാലുകാച്ച് കഴിഞ്ഞു, പക്ഷെ ഒരു റിസപ്ഷൻ പോലെ വൈകുന്നേരമാണ് കേട്ടോ പറഞ്ഞത്. നേരെ പോയിട്ട് അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ അച്ഛനെയും ബ്രദറിനെയും അവരെല്ലാവരെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. റെഡി ആയിട്ട് അമ്മായിയും മാമനും അവിടുന്ന് തിരിച്ച് നമ്മുടെ കൂടെ ഇല്ല. അവർ അവിടുന്ന് അമ്മായിയുടെ വീട്ടിൽ പോകും. അവിടുന്ന് അടുത്താണ് അമ്മായിൻ്റെ വീട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാഞ്ഞങ്ങാട് അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മാവുങ്കാലിൻ്റെ അപ്പുറം അമ്പലത്തറയിലാണ് ഈ ചടങ്ങ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ മോളുടെ വീട്ടിൻ്റെ പാല് കാച്ചാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ്റെ. നമ്മൾ കയ്യിൽ കറയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സുണ്ടോ? എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഒലീവ് ഗ്രീനും പിന്നെ ഈ ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് റീസെൻ്റായിട്ട് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. കണ്ണു ഇവിടെയാണ് കേട്ടോ പാല് കാച്ച്. നമ്മൾ വന്ന ഉടനെ ഫുഡൊക്കെ സെർവ് ചെയ്ത് നമ്മളെല്ലാവരും കഴിക്കാൻ തുടങ്ങി. പൊറോട്ട, വെള്ളയപ്പം, ചിക്കൻ, ഗീ റൈസ്, പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അമ്മായി അങ്ങ് അവിടെ നിന്ന് പോവുകയാണ്. അവർ വണ്ടിയിൽ നിന്ന് സാധനം എടുത്തിട്ട് പോയി. ഞാൻ ഇവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. ഇതാണ് ഇന്ന് പാല് കാച്ചുണ്ടായ വീട്. പാല് കാച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ സമയം 8:15 നമ്മളൊരു 7:45 തിരിച്ചെത്തി. വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചു. ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അങ്ങനത്തെ ചൂടാണ്. പിന്നെ നല്ല ഫുഡൊക്കെയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ വിശപ്പൊന്നുമില്ല. ഇന്നത്തെ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് 2 കുഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ജസ്റ്റ് എഡിറ്റൊക്കെ ചെയ്യാം. കൺമണിയും അച്ഛൻ്റെ ഒക്കെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ നാത്തൂൻ മെസ്സേജ് ചെയ്തതാണ്. ചിലപ്പോൾ നാളെ അവൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ മെസ്സേജ് ചെയ്യായിരുന്നു. നമുക്ക് നോക്കാം. അതെനിക്കറിയില്ല അവൾ വരുമോ ഇല്ലയോ എന്നറിയില്ല. അവൾ നാളെ വരുന്നുണ്ട് എന്നൊക്കെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം വരുമായിരിക്കും. അപ്പോൾ എന്തായിരുന്നു ഇനി ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് കിടന്നുറങ്ങാം. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പ്ലാൻ. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ്. ഞാൻ റൂമിലിരുന്ന് ചില്ല് ചെയ്തിട്ട് ഒരു വീഡിയോ കാണായിരുന്നേ. അപ്പോൾ അതാ അമ്മ ഓടി വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുന്നു. അമ്മ എന്തോ എന്നെ കാണിക്കാനുണ്ട്. അത് ഞാൻ കണ്ടു, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പാലിൻ്റെ പാത്രം കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ.
കരിഞ്ഞു പോയി. ഇനി ഈ കരിഞ്ഞ പാലിൻ്റെ പാത്രം എങ്ങനെ ശരിയാക്കും? അമ്മ, മോയ്, അമ്മ കുളിക്കുന്നേ എന്താക്കുന്നു? ഓക്കെ. ആ പാത്രം എങ്ങനെ വൃത്തിയാക്കല്? ഞാൻ തന്നെ. വേഗം നോക്ക് യൂട്യൂബില് അതെങ്ങനെ വൃത്തിയാക്കല്. ആ പാത്രം എങ്ങനെ ക്ലീൻ ചെയ്യും എനിക്കറിയില്ല. നിങ്ങൾ നോക്ക്. ഇല്ലേ പുതിയ പാത്രം വാങ്ങിക്കും. നല്ലൊരു പാത്രമായിരുന്നു അമ്മ. കളഞ്ഞില്ലേ? അങ്ങനെ മറക്കുന്നില്ലല്ലോ അമ്മ. അങ്ങനെ മറക്കുന്നില്ലല്ലോ. എന്നിട്ട് ഫോൺ നോക്കിയില്ലേ? ഫോൺ നോക്കിയിട്ടിരുന്നു അല്ലേ? എന്നിട്ട് നമ്മളെ പറയുന്നു ഞാൻ ഇത്രയൊന്നും അശ്രദ്ധയില്ല അമ്മ. ഇല്ല. എല്ലാവർക്കും ഹായ് ഹലോ. I'm just making a video. Say hi. ನಿನ್ನ ಫ್ಯಾನ್ಸ್ ಎಲ್ಲ ಇದ್ದಾರೆ. ಸೊ ದೇ ಯೂಸ್ ಟು ಆಸ್ಕ್ ಮೀ, ನೀನು ಹೇಗಿದೆಯಾ, ಎಲ್ಲಿದೆಯಾ? When are you coming home? Not sure. You're not coming? You're not coming? Actually, not soon. Oh, not soon. Okay. I heard not sure. Oh, not soon. Okay. So, shall we say bye? Say bye. Bye-bye. പാത്രത്തിൻ്റെ കരി എങ്ങനെ മാറ്റുന്ന കുറേ സമയം യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ട് അമ്മ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. സമയം 10:20 എല്ലാവരും കിടന്നു. ഞാൻ മാത്രമേ കിടക്കാൻ പാറ്റുള്ളൂ. ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോയി കിടന്നുറങ്ങുള്ളൂ. അച്ഛനും അമ്മയും കണ്ണും കിടക്കുന്നുണ്ട് അതിനകത്ത്. അച്ഛൻ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് വരും. അച്ഛൻ ഈ TV കണ്ടുകൊണ്ട് ഉറങ്ങിയാൽ അച്ഛനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അച്ഛനെ കണ്ണ് ഉറങ്ങുന്നത് അതിനകത്ത് കിടന്നിട്ട് പിന്നെ TV റൂമിലേക്ക് പോകും. ഞാൻ വിചാരിച്ചു അച്ഛനെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ പോയി കിടക്കാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വലിയ ഓട്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. ഇന്ന് കുറച്ചും കൂടി എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുറച്ച് സെൽഫ് കെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെനിക്ക് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതായിരുന്നു. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.